ഗൈസ് ഇതെന്താണെന്നറിയോ? ഇത് കൊഴുവ അച്ചാറാണ് കേട്ടോ, കൊഴുവ. അപ്പോൾ കഴിഞ്ഞ ദിവസം കുറേ കൊഴുവ കൊണ്ടുവന്നായിരുന്നു. അതാ ഇത്രയും കൊഴുവ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ അതിൻ്റെ തലയും വാലും എല്ലാം ക്ലീൻ ചെയ്ത് കളഞ്ഞപ്പോഴത്തേക്കും ഇത്രയും കൊഴുവ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു അത് അച്ചാറിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. ഇതാ അച്ചാറാണ് കേട്ടോ. എത്രയോ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഗൈസ്. അപ്പം ഞാൻ ഇന്നലെയാണ് ഇത് എടുക്കാനായിട്ട് തുടങ്ങിയത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീനച്ചാർ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അന്ന് തന്നെ നമ്മൾ എടുക്കരുത്. ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് വേണം നമ്മളത് എടുക്കാനായിട്ട്. അപ്പോൾ ഇന്നൊരു ടേസ്റ്റാണെന്നറിയും. ആദ്യം ഇതെൻ്റെ ഹസ്ബൻഡിന് പോലും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു കേട്ടോ ഉണ്ടാക്കിയ ടൈമിൽ. പക്ഷേങ്കിൽ ഇപ്പോൾ ആളാണിത് മൊത്തം തിന്ന് തീർത്തത് കേട്ടോ. അപ്പം ഞാനും ഇത് നിങ്ങളെ കഴിച്ച് കാണിക്കാം. അപ്പം നിങ്ങളും എന്താണെങ്കിലും മസ്റ്റായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കുന്ന കാര്യം ഉറപ്പാണ് കേട്ടോ. അപ്പം നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അയ്യോ ഇന്നൊരു സ്മെല്ലാണെന്നറിയാം ഗൈസ്. സ്മെല്ല് വൈസുണ്ടല്ലോ നമ്മളങ്ങോട്ട് സ്വർഗത്തിൽ ചെയ്യില്ലേ ആ ഒരു പ്രതീതിയാണ് കേട്ടോ. സ്മെല്ല് വൈസ് അത്രയ്ക്ക് നമ്മളെ ഹെവനിലേക്ക് എത്തിക്കും. അമ്മാതിരി സ്മെല്ലാണ്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ആദ്യം ഒരു സ്പൂൺ എടുത്തുകൊണ്ട് വരാം കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആക്ച്വലി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് ഇതിന് മൊത്തം തീരാറായിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇതാണ് നമ്മുടെ കൊഴുവ അച്ചാർ. കൊഴുവ ഇത് എവിടെ നിന്ന് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞു കൊഴുവയാണല്ലോ. അപ്പോൾ കുഞ്ഞായിപ്പോയിട്ട് ഞാൻ ഫ്രൈ ചെയ്ത് വന്നപ്പോൾ തീരെ കുഞ്ഞായിപ്പോയി. എന്നാൽ ഗൈസ് ഇതാണ്. അപ്പോൾ നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും കുട്ടിയാവാണ് ഗൈസ്. എന്തായാലും ഇന്നും നാളേക്കുള്ളിൽ ഇത് എന്തായാലും ഫിനിഷിംഗ് ആണ്. അതല്ല മീനച്ചാറിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ചെമ്മീനച്ചാറാണ് കേട്ടോ. ചെമ്മീനച്ചാറും പിന്നെ കുടുക്ക അച്ചാറും. ഞാൻ ആദ്യമായിട്ടാണ് കൊഴുവ അച്ചാറിട്ട് നോക്കണത്. പക്ഷേങ്കിൽ അടിപൊളിയാണ് കേട്ടോ ഗൈസ്. അടിപൊളി എന്ന് പറഞ്ഞാൽ പറയാൻ വാക്കുകളില്ല, അത്രയ്ക്ക് അടിപൊളി. നിങ്ങൾ മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അത്ര ടേസ്റ്റാണ്.